ഹലോ, നമസ്കാരം. ഞാൻ അഭികാക്കൂർ. മോക്ഷ കോൺഷ്യസ്നസ് മൂവ്മെൻറ്റ് എല്ലാവരുടെയും ആശീർവാദങ്ങളോടെ ഓരോ ദിവസവും ഒത്തിരിയേറെ പുതിയ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നമ്മളുടെ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് ധാരാളം ആളുകൾ, പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ. ഇന്നത്തെ കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള രീതിയോടുകൂടി മുന്നോട്ട് പോകുന്നവരായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മൾ പല ക്യാമ്പസുകളിലും നേരിട്ടെത്തി ആ വോളണ്ടിയർ ക്യാമ്പയിൻസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരാൾ പോലും ജോയിൻ ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ പ്രധാനമായിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള വിമുഖത, കാരണം അവർ പല അധ്യാപകരും തന്നെ പറഞ്ഞു അവരെവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ നിലവിൽ ധാരാളം ആളുകൾ നമ്മളുടെ മോക്ഷ കോൺഷ്യസ്നസ് മൂവ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അതിൽ കൂടുതലും എടുത്തു പറയേണ്ടത് അമ്മമാരുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ ധാരാളം പവിഴങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലുള്ള ആ കാര്യങ്ങളെ നമ്മളുടെ കുട്ടികളിലേക്ക് എത്തിച്ചാൽ ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു ചെറിയ വെല്ലുവിളി എന്നുള്ള രൂപത്തിൽ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു സെക്ടർ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ മനുഷ്യരും, എക്സ്പെഷ്യലി കേരളത്തിൽ, പലതരം പ്രശ്നങ്ങളിലാണ്. പക്ഷെ അത് പലപ്പോഴും അവൻ്റെ മാത്രം പ്രശ്നമായിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതിനെ ആരും തന്നെ ഏറ്റെടുക്കാനോ അതിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഇന്നില്ല, അങ്ങനെ ഒരു വഴക്കവും ഇന്നില്ല. ആ ഘട്ടത്തിൽ ഇത് അനുഭവിക്കുന്ന ആളുകൾ പെട്ടെന്ന് പതറിപ്പോവാം. ഇതെങ്ങനെ അതിജീവിക്കണം? അവരുടെ മുന്നിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ പ്രശ്നം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കും. അതിനെങ്ങനെ അതിജീവിക്കണമെന്നറിയാതെ അവർ തളർന്നു പോകും. അങ്ങനെ തളർന്നു പോകുന്ന സമയത്ത് അവർക്ക് ചിന്തകൾ പല ഡയമെൻഷൻസിലേക്ക് പോകും. അവർ അരുതാത്ത പല കാര്യങ്ങളിലേക്കും പോകും. അനുഭവത്തിലൂടെ ഇതെല്ലാം അറിയാൻ സാധിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനെല്ലാം അതിജീവിച്ച കരുത്തും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ ഒരു പ്രോബ്ലം സോൾവർ എന്നുള്ള രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ടീമിലേക്ക് വരുന്നത് സൈക്കോളജിസ്റ്റുകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. 1-2 പേരുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അവരെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ മോക്ഷ കോൺഷ്യസ്നസ് മൂവ്മെൻറ്റിൻ്റെ എത്തിക്സും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കണ്ട് എക്സൈറ്റഡ് ആയി അതിനോട് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് ഉള്ളിൽ ഒരു തോന്നലുണ്ടായിട്ട് വന്നിരിക്കുന്നവരാണ് അവരെല്ലാവരും. ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞു അമ്മമാരുടെ ഭാഗധേയത്തെ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ആരംഭിക്കുമ്പോൾ അവരിലൂടെ വേണം, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസിലൂടെ വേണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ധാരാളം കാര്യങ്ങളുണ്ട് പറയാൻ. മാത്രമല്ല അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് പറയാൻ. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഏകാന്തത ഒരു മാനസിക പ്രശ്നം തന്നെയാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ചെറിയ ടിപ്സ് കൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളായിരിക്കും അതിലേറെയും. പക്ഷേ അതിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, അത് പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിനൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. അവർക്ക് സ്പേസ് ഉണ്ടാവും. തീർച്ചയായിട്ടും വരിക, എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് പിറവം മേഖലയിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്ന എന്ന് പറയാം. ഉടനെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുമായി ഇനി ഉടനെ തന്നെ അതൊന്ന് അവിടെ ഒരു ഓഫീസ് ആരംഭിച്ചാൽ മാത്രം മതി. പക്ഷേ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു. മോക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം മോക്ഷ വെൽനസ് സെൻറ്റർ, കേരളം മുഴുവൻ പിറവത്തെ മോക്ഷ വെൽനസ് സെൻറ്ററിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വെൽനസ് സെൻറ്ററുകൾ ഉണ്ടാവും. ആ വെൽനസ് സെൻറ്ററുകൾ വഴി ഒരു പ്രദേശത്തെ ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള സേവനങ്ങൾ മോക്ഷ നൽകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ തയ്യാറാവും, കൂടുതൽ ആളുകൾ ഈ ഒരു മൂവ്മെൻറ്റിനെ പറ്റി അറിയും. തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ പിറവം
മോക്ഷ വെൽനസ് സെൻറ്റർ ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെൽനസ് സെൻറ്റർ കോർഡിനേറ്റർ മിസ് മീര KM ആണ്. സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയാണ് മീര. അദ്ദേഹമായിരിക്കും ഈ ഒരു പ്രോഗ്രാം പിറവത്ത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ചലഞ്ചിൻ്റെ ക്യാമ്പയിൻസ് ഒക്കെ പോയി തുടങ്ങി, പല ആളുകളും നമ്മളെ സമീപിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പല രീതിയിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കവച എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓൺഗോയിങ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതിന് നമ്മൾക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു പ്രോഗ്രാം തന്നെ ഓർഗനൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ മേഖലയിൽ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഫോറംസിനോ അങ്ങനെ വായനശാലകൾക്കോ ഏത് ഓർഗനൈസേഷന് വേണ്ടി ഓർഗനൈസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളവിടെ വന്നിരിക്കും. ഞങ്ങൾ ആ ക്ലാസ് വളരെ മനോഹരമായിട്ട് തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഈ നല്ല നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ചെയ്ത് ഇപ്പോൾ വിശ്രമം നയിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നൽകാനായിട്ട് ഒത്തിരി വിഭവങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹം ഏറ്റെടുക്കണം. മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ഓർഗനൈസേഷൻസ്, ചിലപ്പോൾ ഇത് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആവാം, ചിലപ്പോൾ കുടുംബ കൂട്ടായ്മകളാവാം, ചിലപ്പോൾ വായനശാലകളാവാം, ചിലപ്പോൾ സ്കൂളുകളാവാം, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനുകളാവാം. അതുപോലെ ആർക്കും മുന്നിലേക്ക് വരാം. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അത് കാലത്തിൻ്റെ ആവശ്യമായി കണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു.